കളം കൊടുത്തു കഴിഞ്ഞാൽ ബാദുഷ സിനിമാ ജീവിതം അവസാനിപ്പിക്കുമോ? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹരീഷ് കണാരൻ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ, സിനിമാ മേഖലയൊട്ടാകെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഹരീഷ് കണാരൻ പറഞ്ഞത് ബാദുഷയ്ക്കാണ് താൻ കടം കൊടുത്തത് എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഹരീഷ് കണാരൻ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു, പക്ഷേ പേരാരാണെന്ന് പറഞ്ഞിരുന്നില്ല. അത് ബാദുഷയാണ് എന്നത് കഴിഞ്ഞ ദിവസമാണ് ഹരീഷ് കണാരൻ പുറത്തു പറയുന്നത്. അതായത് താനൊരു 20 ലക്ഷം രൂപ ബാദുഷയ്ക്ക് കടം കൊടുത്തു. ആ കടം കൊടുത്തതിൻ്റെ പേരിൽ തന്നെ സിനിമകളിൽ നിന്ന് തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറ്റിയത് ബാദുഷയാണ് എന്നുള്ളതാണ് ഹരീഷ് കണാരൻ്റെ ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഇതെന്തുകൊണ്ടാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരാൾക്ക് കടം കൊടുത്തു, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ പൈസ തിരികെ ചോദിക്കുമ്പോൾ അയാൾ നമ്മുടെ ശത്രുവാവുകയും നമ്മുടെ സിനിമകളെല്ലാം വെട്ടിക്കളയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതും എങ്ങനെയാണ്? അതാണ് ഈ സിനിമാ മേഖലയിൽ നടക്കുന്നത്. ഹരീഷ് കണാരൻ തന്നെ ഇതേ അഭിമുഖത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നൊരു കാര്യം കൂടിയുണ്ട്. തൻ്റെ വർഷങ്ങളോളം നിന്റെ സിനിമാ ജീവിതത്തിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നത് ബാദുഷയാണ് എന്നതുകൂടി ഹരീഷ് കണാരൻ പറഞ്ഞു. അതായത് തൻ്റെ ഡേറ്റുകളെല്ലാം ബാദുഷയ്ക്ക് കൊടുത്ത് ഇതേ ബാദുഷ തന്നെയാണ് തൻ്റെ സിനിമകളിലേക്ക് റെഫർ ചെയ്യുന്നതും സിനിമകൾക്ക് ഡേറ്റ് ഉണ്ടോ എന്ന് ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നതും ഇതേ ബാദുഷയാണെന്നുള്ളത് ഹരീഷ് കണാരൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഇത് ഹരീഷ് കണാരൻ മാത്രമല്ല, ബാദുഷ ഇതുപോലെ ഡേറ്റുകൾ വാങ്ങി വെച്ചിരിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു കാര്യം. ഹരീഷ് കണാരൻ പറയുന്നുണ്ട്, ഇത് തനിക്ക് മാത്രം സംഭവിച്ച അനുഭവമല്ല, ഇതുപോലെ പലർക്കും ഇതുപോലെ കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലരും അത് ബാദുഷയോട് തുറന്നു പറയാനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനോ പേടിയാണ്. കാരണം അവർക്ക് അവരുടെ കരിയർ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഹരീഷ് പറയുന്നത് തനിക്ക് പേടിയില്ല, കാരണം താൻ സ്റ്റേജും പരിപാടിയൊക്കെ ആയിട്ട് താൻ നടന്നോളും, സിനിമ തന്നെ വേണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരീഷ് ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇതിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഹരീഷ് പറയുന്നത് എന്താണ്? 20 ലക്ഷം രൂപ ബാദുഷയ്ക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു. എടാ, ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ തിരിച്ചിടാം എന്നത് ബാദുഷ തന്നോട് പറഞ്ഞു. ഹരീഷ് ഇത് കേട്ട പാടെ തന്നെ ബാങ്കിൽ വിളിച്ച് പറയുന്നു, 20 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് അക്കൗണ്ടിലേക്ക് ഇടുന്നു. ഇത് ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, ഒരു മാസം കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ തിരക്കുമ്പോൾ ഹരീഷ് ഒരു തവണ ബാദുഷയോട് പൈസ ചോദിക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, ബാദുക്ക പൈസ തിരിച്ചിടുമോ എന്ന് ചോദിക്കുമ്പോൾ ബാദുഷ പറയുന്നു, എടാ ഉടനെ തരാം, വെടിക്കെട്ട് എന്ന സിനിമയുടെ റിലീസിന് ശേഷം തരാം എന്ന് പറയുന്നു. ഹരീഷ് പിന്നെയും പറയുന്നു, വെടിക്കെട്ടിൻ്റെ സിനിമയുടെ റിലീസൊക്കെ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലും തനിക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നത് മാത്രമല്ല, അജയന് 2ാം മോഷണം എന്ന സിനിമയിൽ പറഞ്ഞു വെച്ചിരുന്ന വേഷം പോലും അവസാന നിമിഷം മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. ഹരീഷ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് 2020 ശേഷം കോവിഡൊക്കെ വന്നതിന് ശേഷം സിനിമ ഒട്ടാകെ മാറി, അതുകൊണ്ടായിരിക്കാം തനിക്ക് വേഷങ്ങൾ കുറഞ്ഞത് എന്നുള്ളതാണ് ഹരീഷ് ആദ്യം വിചാരിച്ചിരുന്നതെന്നാണ് ഹരീഷ് പറയുന്നത്. പക്ഷേ പിന്നീടാണ് ഇതിന് പിന്നിൽ ഇത്രയും വലിയ കളികൾ നടക്കുന്നുള്ളതായിട്ട് മനസ്സിലായതായി ഹരീഷ് കണാരൻ പറയുന്നത്. ഇനി ഹരീഷിൻ്റെ ഫിൽമോഗ്രഫി നമുക്കൊന്ന് പരിശോധിക്കാം. 2014 ഹരീഷ് കണാരൻ ആദ്യമായി സിനിമയിലേക്ക് വരുന്നത്. ആ സിനിമയുടെ പേര് ഉത്സാഹ കമ്മിറ്റി. ജയറാം, ബാബുരാജ്, കലാഭവൻ ഷാജോൺ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഉത്സാഹ കമ്മിറ്റിയാണ് ഹരീഷ് കണാരൻ്റെ ആദ്യത്തെ സിനിമ. അതിന് മുമ്പ് തന്നെ ഹരീഷ് കണാരനെ എല്ലാവർക്കും പരിചയമാണ്. എങ്ങനെ സ്റ്റേജ് പരിപാടികളിലൂടെയും മിമിക്രി പരിപാടികളിലൂടെയും ടെലിവിഷൻ പ്രോഗ്രാംസിലൂടെയൊക്കെ ഹരീഷ് കണാരൻ നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു കലാകാരൻ, മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. ഹരീഷിൻ്റെ സ്കിറ്റുകൾ ഒക്കെ തന്നെ ഭയങ്കര വൈറലായതിനു ശേഷമാണ് ഹരീഷ് സിനിമാ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു മിമിക്രി താരം കൂടെ സിനിമാ മേഖലയിലേക്ക് വരുന്നു എന്ന സന്തോഷം മിമിക്രി കൂട്ടായ്മയ്ക്കും ഇതുപോലെ കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല പെട്ടെന്നായിരുന്നു ഹരീഷിൻ്റെ വളർച്ച സിനിമാ മേഖലയിൽ, അല്ലേ? 2014 ശേഷം 2015 തൊട്ട് 2019 വരെയുള്ള ഹരീഷ് കണാരൻ്റെ 5 വർഷം, 15, 16, 17, 18, 19 ഈ 5 വർഷങ്ങളിൽ കുറഞ്ഞത് 10 സിനിമകളിൽ മേലെയാണ് ഹരീഷ് ഓരോ വർഷവും ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ്, ഒരു കോമഡി ആർട്ടിസ്റ്റ് 2015 മുതൽ 2020 വരെ കുറഞ്ഞത് 10-ലധികം ഉണ്ട്. അതായത് ഒരു വർഷം കുറഞ്ഞത് 10 മുതൽ 15 സിനിമകൾ അല്ലെങ്കിൽ 20 സിനിമകൾ വരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഹരീഷ് കണാരൻ. അതൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് സെറ്റിൽ നിന്നും സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഒരു വർഷം 130, 120 സിനിമകൾ റിലീസാകുമ്പോഴേക്കും അതിൽ 20ഓളം സിനിമകളിൽ ഹരീഷ് കണാരൻ ഭാഗമാണ് എന്നതും കൂടി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആ നടൻ എത്രമാത്രമാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിരുന്നത്, ആ നടൻ്റെ ഹ്യൂമർ എത്രമാത്രമാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ സിനിമാ സംവിധായകരും നിർമ്മാതാക്കളും ഈ നടൻ്റെ പിന്നാലെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ 2015 മുതൽ 2019, 20 വരെ തുടർച്ചയായി ഇത്രയധികം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന താരം പെട്ടെന്ന് സിനിമാ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. 2020 ഏകദേശം ഒരു 5-6 സിനിമകൾ ഹരീഷ് കണാരൻ ചെയ്തെങ്കിൽ പോലും 21 ശേഷം ഹരീഷ് കണാരൻ്റെ സിനിമകൾ വളരെ കുറവാണ്. 21 മുതൽ 25 വരെ എന്ന് പറയുമ്പോഴേക്കും ഏകദേശം ഒരു 5 വർഷത്തെ കാലയളവ് അപ്പോഴുമുണ്ട്. അപ്പോഴും ഹരീഷിന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് തനിക്ക് സിനിമകൾ കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന്. പല സിനിമകളിലും ഇതുപോലെ വിളിക്കും, അവസാന നിമിഷം മാറ്റും എന്നത് പറയുന്നു. മാത്രമല്ല ഹരീഷ് പറഞ്ഞൊരു കാര്യം, ഈ കടം ചോദിച്ചതിൻ്റെ പേരിൽ മാത്രം ബാദുഷ പല സംവിധായകരോടും നിർമ്മാതാക്കളോടും തന്നെപ്പറ്റി ഇല്ലാത്ത കഥകൾ പറഞ്ഞിരുന്നു
എന്നുള്ളതാണ്. അതായത് കൊച്ചിയിൽ വെച്ചൊരു ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ കോഴിക്കോട് പോയി വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ടൊക്കെ ഹരീഷ് കണാരൻ തിരികെ സെറ്റിലേക്ക് വരികയുള്ളൂ എന്ന് വരെ ബാദുഷാ സിനിമാ മേഖലയിൽ പറഞ്ഞു പരത്തിയതായി ഹരീഷ് കണാരൻ തുറന്നു പറയുകയും ചെയ്യുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് പ്രേക്ഷകരെ. അതായത് ഒരു കലാകാരൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് കൈയിടുക എന്നതിനേക്കാൾ ഉപരി അയാളുടെ അവസരങ്ങൾ കുറയ്ക്കുക, നഷ്ടപ്പെടുത്തുക എന്നുള്ളതൊക്കെ കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന കാര്യത്തെ ഹരീഷ് കണാരൻ ഇതാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നും തുറന്നു പറയുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസത്തിലാണ് ഹരീഷ് കണാരൻ ഈ കാര്യം വ്യക്തമാക്കുന്നതും ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുകയും ചെയ്യുന്നത്. പിന്നാലെ ബാദുഷയ്ക്കെതിരെ സൈബർ ആക്രമണം വളരെ ശക്തമായ രീതിയിൽ ഇപ്പോഴും തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഹരീഷ് കണാരൻ്റെ പൈസ തിരികെ കൊടുക്കൂ ബാദുഷ എന്നുള്ള ക്യാമ്പയിൻ വരെ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 20 ലക്ഷം രൂപയുടെ പേരിൽ ഒരു കലാകാരൻ ഒന്ന് കടം ചോദിച്ചത് തിരികെ വാങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഞെട്ടലാണ്. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഹരീഷ് കണാരന് നഷ്ടപ്പെട്ട വേഷം, അത് ഹരീഷ് പറയുന്നത് ടൊവിനോയോട് സംസാരിച്ചിരുന്നു എന്നതാണ്. ഹരീഷ് എന്താ പറയുന്നത്, ഒരു സ്വകാര്യ ചാനൽ പരിപാടിയിൽ ഇതുപോലെ പങ്കെടുക്കാൻ നേരത്ത് ഹരീഷ് കണാരൻ ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ആ പരിപാടിയിൽ നിന്ന് ഏകദേശം ഒരു 5-8 കിലോമീറ്റർ മാറി കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അജയന് രണ്ടാം മോഷണം എന്ന സിനിമയുടെ പ്രധാന നായകനായ ടൊവിനോ തോമസിന് ഒരു മെസ്സേജ് അയക്കുന്നു. എന്താണ് കാര്യമെന്ന് തിരക്കാൻ വേണ്ടി ടൊവിനോ പറയുന്നു, ചേട്ടാ എവിടെയുണ്ട്? അപ്പോൾ ഹരീഷ് പറയുന്നു, ഞാൻ ആ വേദിയിൽ നിന്ന് മാറി ഒരു 8 കിലോമീറ്റർ കഴിഞ്ഞാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ടൊവിനോ പറയുന്നു, ചേട്ടാ വണ്ടി നിർത്ത്, ഞാൻ അവിടെ വരാം, ചേട്ടനോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. ഹരീഷ് കണാരൻ വണ്ടി നിർത്തുന്നു. ടൊവിനോ തോമസ് ആ വേദിയിൽ നിന്ന് ഹരീഷ് കണാരനെ കാണാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് 8 കിലോമീറ്ററുകൾക്കിപ്പുറം ഹരീഷ് കണാരനെ കാണാൻ വേണ്ടി എത്തുന്നു. ഹരീഷിനെ കണ്ടപാടെ ടൊവിനോ ചോദിക്കുന്ന ചോദ്യം, ചേട്ടൻ എന്തിനാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ നിന്നും മാറിയത്? ചേട്ടന് ഡേറ്റ് ഇല്ല എന്നായിരുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ ഹരീഷ് പറയുന്ന മറുപടി, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങൾ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ സിനിമയുടെ പ്രധാന നായകനോ ഈ സിനിമയിലെ വേഷം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന താരത്തിനോ ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാത്ത ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് തനിക്ക് പറഞ്ഞുറപ്പിച്ചു വെച്ച വേഷം തനിക്ക് കിട്ടുന്നില്ല എന്നത് പോട്ടെ, ആ സിനിമയുടെ പ്രധാന നായകൻ എന്തുകൊണ്ടാണ് ഈ നടൻ വരാത്തത് എന്നതിന് പോലുള്ള റീസൺ അറിയുന്നില്ല. അതിനിടയിൽ ഒരു കൃത്യമായ മീഡിയേറ്റർ പരിപാടി ഇവിടെ ബാദുഷ കളിക്കുന്നുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. ഇതാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഞെട്ടലാണ്. ഒരാളുടെ അവസരങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വലിയ ബാഹ്യശക്തി ഇവിടെ കളിക്കുന്നുണ്ട്. ഈ പവർ ടീം എന്നൊക്കെ പറഞ്ഞ് പണ്ട് അമ്മ അസോസിയേഷനിൽ ഒരു വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പവർ ടീമാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെയല്ലേ പവർ ടീം? പവറാണ്. തനിക്കെതിരെ ശബ്ദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ കടം വാങ്ങിക്കും, പക്ഷെ അത് തിരികെ ചോദിച്ചാൽ നീ പുറത്താണ് എന്നുള്ള പവർ, ആ ശക്തി ഈ വ്യക്തിക്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ കഴിഞ്ഞ കാര്യങ്ങൾ ഹരീഷ് കണാരൻ്റെ വെളിപ്പെടുത്തലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വെളിപ്പെടുത്തൽ പൂർണ്ണമായും രീതിയിൽ, അതായത് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ ഹരീഷ് കണാരൻ പറയുന്ന ഒരു വാക്ക് പോലും അസത്യമായിട്ട് ആരും പറയുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഹരീഷിൻ്റെ ഫിലിമോഗ്രഫി തന്നെ നോക്കിക്കേ. 2015 മുതൽ 20 വരെ ഒരു വർഷം കുറഞ്ഞത് 15 മുതൽ 20 സിനിമകൾ വരെ ചെയ്തുകൊണ്ടിരുന്ന താരം ഈ കാര്യം ഒന്ന് പുറത്ത് പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ബാദുഷയോട് കൊടുത്ത കടം പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ പിന്നീട് സിനിമകളില്ല. ഫിൽമോഗ്രഫി സാക്ഷി, അതായത് ഹരീഷ് കണാരൻ്റെ ഫിൽമോഗ്രഫി തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു തനിക്ക് സിനിമകൾ കിട്ടുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ ഹരീഷ് ചെയ്ത ആ ഒരു സിനിമയാണ്, ഒറ്റപ്പടമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ നടനെതിരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടി നടന്നിട്ടുണ്ട്. ആ ടാർഗറ്റഡ് പരിപാടിക്ക് പിന്നിൽ ഏറ്റവും വലിയ കളികൾ നടന്നിട്ടുള്ളത് ബാദുഷ തന്നെയാണ്. അതിന് കാരണമായി പറയുന്നത് താൻ കൊടുത്ത 20 ലക്ഷം രൂപ തിരികെ ഒന്ന് ചോദിച്ചു, അതാണ് കാരണം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ പറയുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഹരീഷ് കണാരൻ്റെ ഒരു സിനിമയുടെ പ്രസ് മീറ്റൊക്കെ നടന്നു. ആ സിനിമയിൽ നിഷ സാരംഗ് എന്ന താരവും ഉണ്ടായിരുന്നു. നിഷ സാരംഗ് ഇത് ഹരീഷ് കണാരൻ പറഞ്ഞ പാടെ മൈക്ക് പിടിച്ചു പറഞ്ഞത്, നിങ്ങൾക്കൊരു ശത്രുവിനെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പൈസ കടം കൊടുത്താൽ മതി. നിങ്ങൾക്കൊരു മിത്രത്തെയാണ് വേണമെങ്കിൽ ഒരാൾ പൈസ ചോദിക്കുമ്പോഴേക്കും ഇല്ല തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മണിക്കൂറിന് ദേഷ്യം കാണും, അത് കഴിഞ്ഞ് മാറിക്കോളും. പക്ഷേ നിങ്ങൾക്കൊരു ശത്രുവിനെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പൈസ കടം കൊടുത്താൽ മതി എന്നുള്ള നിഷ സാരംഗിൻ്റെ വാക്കുകൾ പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയുടെ ക്യാമ്പയിനും നടക്കുന്നത്. ഹരീഷ് കണാരൻ എന്ന കലാകാരൻ്റെ സിനിമകൾ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് ബാദുഷയാണെന്നുള്ള ഹരീഷ് കണാരൻ്റെ തുറന്നു പറച്ചിൽ സമൂഹ മാധ്യമങ്ങളിലും സിനിമാ മേഖലയിലും വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഹരീഷ് പറയുന്നത് പോലെ തന്നെ ഇത് ഹരീഷിൻ്റെ മാത്രം അവസ്ഥയല്ല, ഇതുപോലെ പല താരങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, കടം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഹരീഷ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ബാദുഷ പല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാദുഷയ്ക്ക് ഫണ്ട് ചെയ്ത് കൊടുക്കാൻ, അതായത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ബാദുഷ പലരിൽ നിന്നായി കടം വാങ്ങാറുണ്ട്. അതിൽ ഹരീഷ് കണാരനും പൈസ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു TV വാങ്ങണമെന്നോ ആ ഓർഫനേജിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലും പുറം ലോകത്തും ബാദുഷ മാത്രം ഇതുപോലെ സഹായങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയും
ബാദുഷയ്ക്ക് പൈസ കൊടുത്ത നമ്മളെ ആരും അറിയുന്നുമില്ല എന്നുള്ള പരാതിയും കൂടി ഹരീഷ് കണാരൻ പുറത്തു പറയുന്ന ഒരു പശ്ചാത്തലവും കൂടി ഉണ്ടാകുമ്പോൾ സിനിമാ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങൾക്കും കൂടി ഹരീഷ് കണാരൻ ഒരു ടോർച്ച് ലൈറ്റ് പോലെ അടിച്ച് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴും സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. ഡേറ്റുകൾ കൂട്ടമായി വാങ്ങിച്ച് ഒരു വ്യക്തി വെക്കും. ആ വ്യക്തി സിനിമ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ വ്യക്തിയാണ്. അയാളെ പിണക്കിയാൽ പിന്നെ സിനിമയിൽ നിന്ന് ഗെറ്റ് ഔട്ട് എന്നുള്ള ഈ രീതിയിലേക്ക് മലയാള സിനിമയിലെ പല താരങ്ങൾക്കും ഇതുപോലെ ബാധകമാകുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഹരീഷ് കണാറിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബാദുഷ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ബാദുഷയുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും.